ക്ഷേത്ര മതിൽക്കകത്ത് വടക്കുഭാഗത്ത് ദേവിക്ക് പ്രത്യേക പൂജകൾ നടക്കുന്നതോടൊപ്പം ക്ഷേത്ര ചൈതന്യവർദ്ധനവിന് ഉതകുന്ന കോടിയർച്ചന, വേദജപം, നമസ്കാര മണ്ഡപത്തിൽ വാരമിരിക്കൽ, മുറജപം മുതലായ ചടങ്ങുകളും കുറച്ചു കാലമായി അനുബന്ധമായി നടത്തിവരുന്നുണ്ട്. വ്യാഘ്രപാദനാൽത്തറയ്ക്ക് പടിഞ്ഞാറ് വശത്ത് താൽക്കാലികമായി പണിതുയർത്തി അലങ്കരിച്ചൊരുക്കുന്ന വിശാലമായ മണ്ഡപത്തിലാണ് കോടിയർച്ചന നടത്തുന്നത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് TR രാമചന്ദ്രൻ നായരാണ് കോടിയർച്ചന മണ്ഡപം സമർപ്പണം ചെയ്തത്. ഓലമേഞ്ഞ അർച്ചനാ മണ്ഡപം തോരണങ്ങളും കുലവാഴകളും ഇളനീർ കുലകളും വൈദ്യുത ദീപങ്ങളും കൊണ്ട് ആകർഷകമായി അലങ്കരിക്കുന്നു. കോടിയർച്ചന ചടങ്ങുകൾ തുടങ്ങുന്നതിന് മുൻപായി വൈക്കം ക്ഷേത്രത്തിലെ തന്ത്രിമാരുടെ ആഭിമുഖ്യത്തിൽ മണ്ഡപ സംസ്കാരാദി ക്രിയകൾ ചെയ്യുന്നു. 1977-ലും 1989-ലും 2001-ലും വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ കോടിയർച്ചന നടന്നിട്ടുണ്ട്. ഇത്തവണത്തെ കോടിയർച്ചനയോടുകൂടി 4 തവണ കോടിയർച്ചന നടക്കുന്ന ഏക ക്ഷേത്രമായി മാറിയിരിക്കുന്നു വൈക്കം മഹാദേവ ക്ഷേത്രം. ഒരു ദിവസത്തെ അർച്ചനയ്ക്ക് ഏകദേശം 50 പറ പുഷ്പങ്ങളാണ് വേണ്ടത്. താമര, അരളി, തുളസി, കുളുന്ത്, ചെത്തിപ്പൂ, കൂവളം മുതലായവ. തമിഴ്നാട്ടിലെ തോവാളയിൽ നിന്നാണ് പുഷ്പങ്ങൾ എത്തിക്കുന്നത്. പരികർമ്മികൾ പഞ്ചവർണ്ണ പൊടികളിൽ ഒരുക്കുന്ന പ്രത്യേക പത്മത്തിലാണ് അർച്ചനാ കലശം പൂജിക്കുന്നത്. സ്വർണക്കുടകളും ധ്യാനോക്തരൂപാങ്കിതമായ അങ്കിയും നിറദീപങ്ങളും അർച്ചനാ മണ്ഡപത്തിന് ഭക്തപ്രഭാവം നൽകുന്നു. ക്ഷേത്രത്തിലെ തന്ത്രിമാരാണ് കലശപൂജ അർച്ചനാ മണ്ഡപത്തിൽ നടത്തുന്നത്. ഓരോ ദിവസവും കോടിയർച്ചന തുടങ്ങുന്നതിന് മുൻപായി വേദജ്ഞരുടെ വേദജപവും അർച്ചനാ മണ്ഡപത്തിനെ ചൈതന്യവത്താക്കുന്നു. ഋഗ്വേദത്തിലെ പ്രധാനപ്പെട്ട മന്ത്രങ്ങളായ സാരസ്വതം, പുരുഷസൂക്തം, രുദ്രസൂക്തം, സംവാദസൂക്തം, ഭാഗ്യസൂക്തം, ആയുസ് സൂക്തം, ശന്നസൂക്തം തുടങ്ങിയ പ്രധാന വേദഭാഗങ്ങളാണ് അർച്ചനാ മണ്ഡപത്തെ വേദചൈതന്യ നിർഭരമാക്കിയത്. തഴക്കം വന്ന വേദജ്ഞരും വേദാഭ്യസനം നടത്തുന്ന പുത്തൻ തലമുറക്കാരും വേദജപത്തെ ആകർഷണീയമാക്കി. ഭക്തജനങ്ങൾക്ക് ക്ഷേമവും ഐശ്വര്യവും ശാന്തിയും സമാധാനവും രോഗമുക്തിയും സൗഭാഗ്യങ്ങളും നൽകാൻ ഉതകുന്നവയായിരുന്നു കോടിയർച്ചനയിലെ ശിവസഹസ്രനാമം, അഷ്ടോത്തരം, മഹാരുദ്രം, പഞ്ചാക്ഷരം തുടങ്ങിയ മന്ത്രങ്ങൾ. ഉദ്ദേശം 50ഓളം കർമ്മികൾക്ക് ഇരുന്ന് അർച്ചന ചെയ്യാൻ തക്കവണ്ണം വിശാലമായ മണ്ഡപത്തിൽ കലശപൂജ ചെയ്താണ് കോടിയർച്ചന ഓരോ ദിവസവും ആരംഭിക്കുന്നത്. 27 നക്ഷത്രങ്ങളെ ഉദ്ദേശിച്ച് 27 ദിവസങ്ങളിലായി നടത്തുന്ന കോടിയർച്ചനയിൽ പൂജിച്ച് അധിവസിക്കുന്ന കലശം വൈക്കത്തപ്പന് പിറ്റേ ദിവസങ്ങളിൽ തന്ത്രിമുഖ്യന്മാർ അഭിഷേകം ചെയ്യുന്നു. ജിതേന്ദ്രിയായ നമഃ. ഓം പരജ്യോതിസ്വരൂപിണേ നമഃ. ജ്യോതിസ്വരൂപിണേ നമഃ. ഓം സർവമോം വിദേഹായ നമഃ. ഓം ത്രിലിംഗരഹിതായ നമഃ. ഓം അചിന്ത്യശക്തയേ നമഃ. ഓം അലംഘ്യശാസനായ നമഃ. ഓം ബ്രഹ്മജ്യോതിഷേ നമഃ. ഓം ഹരേ നമഃ. ഓം ഉഷദണ്ഡഭിദേ നമഃ. ഓം സഹസ്രാക്ഷായ നമഃ. ഓം സഹസ്രപദേ നമഃ. ഓം അപവർഗപ്രദായ നമഃ. ഓം അനന്തായ നമഃ. ഓം താരകായ നമഃ. ഓം പരമേശ്വരായ നമഃ. ഓം
സഹസ്രപുരവാസായ നമഃ. ഓം നമഃ ശിവായ നമഃ. ശങ്കരായ 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 മംഗളം. ശങ്കരീ മനോഹരായ ശാശ്വതായ മംഗളം. മയായ മംഗളം. സനാതനായ മംഗളം. സദാശിവായ മംഗളം. നമഃ ശിവായ മംഗളം. ശങ്കരായ 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 മംഗളം. ശങ്കരീ മനോഹരായ ശാശ്വതായ മംഗളം. പുരാന്തകായ മംഗളം. പുരന്തരായ മംഗളം. പരാപരായ മംഗളം. നമഃ ശിവായ മംഗളം. ശങ്കരായ 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 മംഗളം. ശങ്കരീ മനോഹരായ ശാശ്വതായ മംഗളം. ഓരോ ദിവസവും വൈകുന്നേരം കൂടിയർച്ചനയുടെ സമാപനം കുറിച്ചുകൊണ്ട് അർച്ചനാ മണ്ഡപത്തിൽ ക്ഷേത്രം തന്ത്രി ദീപാരാധന ചെയ്യുന്നു. തുടർന്ന് നാമമന്ത്രോച്ചാരണം നിറഞ്ഞു നിൽക്കുന്ന ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ തന്ത്രി പഞ്ചവാദ്യത്തിൻ്റെയും തകിൽ നാദസ്വരത്തിൻ്റെയും വേദസൂക്ത ജപത്തിൻ്റെയും അകമ്പടിയോടെ കലശം അകത്തേക്ക് എഴുന്നള്ളിച്ച് അധിവസിക്കുന്നു. കലശാധിവാസം കഴിഞ്ഞാണ് വാരമൊരുക്കൽ എന്ന ചടങ്ങ് അകത്തെ നമസ്കാര മണ്ഡപത്തിൽ നടക്കുന്നത്. വേദമന്ത്ര പ്രയോഗങ്ങളുടെ ഒരു സാങ്കേതിക പ്രകടനമാണ് വാരമൊരുക്കൽ. ക്ഷേത്രത്തിലെ തന്ത്രി വച്ച് നമസ്കാരം നടത്തുന്നതോടെ വാരമൊരുക്കൽ ആരംഭിക്കുന്നു. തദവസരത്തിൽ വാരമിരിക്കുന്ന വേദജ്ഞന്റെയും ദേവന്റെയും ഇടമുറിയാൻ പാടില്ല എന്നാണ് വിശ്വാസം. ഓരോ ദിവസവും മണ്ഡപത്തിൽ കോടിയർച്ചന സമാപിച്ചു കഴിഞ്ഞാൽ ആ ദിവസത്തെ നക്ഷത്രക്കാർക്കുള്ള പ്രസാദം തന്ത്രി ഭക്തജനങ്ങൾക്ക് നൽകുന്നു. श्रीकण्ठाश्रितरक्षक भगवन् शङ्कर गिरिजाकान्त विभो कैलासाचलनिलयभिषक्तमसोमकलाधर सामरभो मृत्युञ्जय भव सर्वपुरान्तक शाश्वत भूतगणाधिपते श्रीमद्व्याघ्रपुरेश महेश्वर शिव हर शम्भो पालय माम्। ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय शिवाय नमः ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय शिवाय नमः। ज्योतिर्लिङ्गसमावृतवपुषं योगिवरासनसमधिगतं बाणासुरकरवाद्यसुवादन मोदितमानसम् अतिधवलं कल्पान्ताविलभुवनततिक्
ചക്ഷും കൽപ്പതരും നിജഭക്തനുതാം. വിദൂര സ്ഥലങ്ങളിലുള്ള ഭക്തജനങ്ങൾക്കും കോടിയർച്ചനയുടെ പ്രസാദം തപാൽ മാർഗം അയച്ചു നൽകുന്നതിന് ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ശിവായ നമഃ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ശിവായ നമഃ. പരാക്രമ പാണ്ഡവ കോദണ്ഡാർപ്പിതദണ്ഡന ഹൃഷ്ടഹൃദം